വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കുസാറ്റിൽ ആരംഭിക്കുന്ന 2 ദിവസത്തെ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പുസ്തകോത്സവത്തിന്റെ വിജയമെന്ന് സ്പീക്കർ എൻ ഷംസീർ. മകരജ്യോതി ദർശനത്തിനൊരുങ്ങി സന്നിധാനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ജാഗ്രത കർശനം. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 6 ജില്ലകൾക്ക് നാളെ അവധി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. കുസാറ്റിൽ ആരംഭിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന കോൺക്ലേവ് സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നാഴികക്കല്ലായി മാറുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കോൺക്ലേവിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശില്പശാല കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുസ്തകങ്ങളുടെ മഹത്വവും നിയമസഭയുടെ ആവശ്യകതയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകാൻ കേരള നിയമസഭ പുസ്തകോത്സവത്തിലൂടെ സാധിച്ചതായി ചലച്ചിത്ര നടൻ പ്രകാശ് രാജ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന്റെ സമാപന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പുസ്തകോത്സവത്തിന്റെ വിജയമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളാണ് യജമാനന്മാർ. ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇതിനകത്തിരിക്കുന്നവർ. സ്വാഭാവികമായും എല്ലാ ദിവസവും അവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വർഷത്തിലൊരു ചുരുങ്ങിയ ദിവസമെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് യഥേഷ്ടം കടന്നു വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് നിയമസഭ തുറന്നു കൊടുക്കാനും അവർക്ക് യഥേഷ്ടം കടന്നു വരാനും സാധിക്കുന്ന ഒരു സാഹചര്യം കൂടെ സൃഷ്ടിച്ചത്. ഈ 7 ദിവസങ്ങളിലും ലിറ്റററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് പുസ്തകശാലകളാണെങ്കിൽ വേറൊരു ഭാഗത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വ്യത്യസ്ത കോൺവെർസേഷൻ, സോളോ ടോക്സ്, വിവിധ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ, കവിയരങ്ങ്, കഥയരങ്ങ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡിബേറ്റുകൾ ഈ 7 ദിവസവും ഇതിനകത്ത് നടന്നു. എല്ലാ അർത്ഥത്തിലും നിയമസഭാ പരിസരം സമ്പന്നമായി മാറി എന്നുള്ളതാണ്. ശ്രീലങ്കൻ സാഹിത്യകാരി VV പത്മസീലി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാരായ KN ബാലഗോപാൽ, P പ്രസാദ്, V ശിവൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനി തുടർച്ചയായ ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ കൂടുതൽ കേസുകളെടുത്ത് പോലീസ്. പത്തനംതിട്ട, ഇലവുംതിട്ട, പന്തളം, മലയാലപ്പുഴ എന്നീ 4 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ എടുത്ത 29 കേസുകളിലായി 41 പേർ അറസ്റ്റിലായി. പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ പീഡനം നേരിട്ട പെൺകുട്ടിയെ ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചു. കോന്നിയിലെ ഷെൽട്ടർ ഹോമിലെത്തിയാണ് കുട്ടിയെ കണ്ടത്. കുട്ടിക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭിക്കുന്നുണ്ട്. ആശ്വാസനിധിയിൽ നിന്നും എത്രയും വേഗം ധനസഹായം അനുവദിക്കാൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട കൂട്ടനെല്ലൂർ സ്വദേശി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കൂട്ടനെല്ലൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. ഇന്ത്യൻ എംബസിയാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. കാലാവധി തീരാൻ 1.5 വർഷം ശേഷിക്കെയാണ് രാജി. തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമെന്നും UDF-നായി രംഗത്തിറങ്ങുമെന്നും PV അൻവർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PV അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് പൊതുസഭയിൽ മാപ്പ് പറഞ്ഞത് സ്വീകരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPI-M ഉന്നത നേതൃത്വമാണെന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിരുന്നതാണെന്നും സതീശൻ പറഞ്ഞു. അതേസമയം അൻവറിന്റെ പാർട്ടി മാറ്റം ഒരു രാഷ്ട്രീയ ചലനവും കേരളത്തിലുണ്ടാക്കില്ലെന്ന് CPI-M സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025 ഹജ്ജ് കരാറിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും സൌദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രി തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയയും ഒപ്പുവച്ചു. ഹജ്ജ് സീസണിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള 1,75,025 തീർത്ഥാടകരുടെ ക്വാട്ട ഉറപ്പാക്കുന്നതാണ് കരാർ. മകരവിളക്കിനായി പൂർണ്ണ സജ്ജമായി ശബരിമല. സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഭക്തരാൽ നിറഞ്ഞു.
നാളെ രാവിലെ 8:55 മകരസംക്രമ അഭിഷേകം നടക്കും. പന്തളത്തു നിന്നും ഇന്നലെ പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. അയ്യന്റെ സന്നിധാന പരിസര പ്രദേശങ്ങളിലായി പർണശാലകൾ കെട്ടി നാളത്തെ മകരവിളക്ക് ദിനത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. ഇന്ന് നട തുറന്നതു മുതൽ വൈകിട്ട് 4 വരെ ആകെ 53,164 തീർത്ഥാടകർ സന്നിധാനത്തെത്തി. സുരക്ഷിത തീർത്ഥാടനം സാധ്യമാക്കാൻ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 8:30 മുതൽ 8:55 വരെ മകരസംക്രമ പൂജ നടക്കും. നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല. എരുമേലി പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ മകരവിളക്കിന് മുന്നോടിയായി പമ്പയിൽ നടത്തുന്ന ചടങ്ങായ പമ്പ സദ്യ, പമ്പ വിളക്ക് എന്നിവയും ഇന്ന് നടന്നു. പമ്പയിൽ ദീപം തെളിച്ചു നടന്ന പമ്പ വിളക്കിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി ഇടുക്കി ജില്ലാ കളക്ടർ. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഭക്തർക്കായി വിപുലമായ സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം കളക്ടർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നാളെ സമ്മാനിക്കും. ശബരിമല സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ പുരസ്കാരം സമ്മാനിക്കും. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 6 ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി നൽകിയത്. പാലക്കാട് ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങൾ പൊങ്കൽ ആഘോഷത്തെ വരവേറ്റുള്ള ഒരുക്കങ്ങളിലാണ്. ഇന്ന് വീടുകളിൽ കാപ്പുകെട്ട് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തമിഴ് സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ അതിർത്തി ഗ്രാമങ്ങളാണ് പൊങ്കൽ ആഘോഷത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ചിറ്റൂർ താലൂക്കിലെ നല്ലേപ്പിള്ളി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, എരുത്തേമ്പതി എന്നിവിടങ്ങളിലെ വിവിധ ഗ്രാമങ്ങളിൽ ഇന്ന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വീടുകളിൽ കാപ്പുകെട്ട് ചടങ്ങുകൾ നടന്നു. നാളെ വീടുകളിൽ തൈപ്പൊങ്കൽ ആഘോഷിക്കും. കോലം വരച്ച് അലങ്കരിച്ച മുറ്റത്ത് പുതിയ മൺപാത്രങ്ങളിൽ പൊങ്കൽ വച്ച് നിവേദിക്കും. ബുധനാഴ്ചയാണ് ആഘോഷങ്ങളിൽ പ്രധാനമായ കന്നുകാലികളുമായി ബന്ധപ്പെട്ട മാട്ടുപൊങ്കൽ. വ്യാഴാഴ്ച പൊങ്കൽ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് പൂപ്പൊങ്കൽ ആഘോഷിക്കും. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെയാളും മരിച്ചു. പട്ടിക്കാട് സ്വദേശി ആൻ ഗ്രേസ് ആണ് മരിച്ചത്. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള അലീന ഇന്ന് പുലർച്ചെ മരിച്ചിരുന്നു. മറ്റ് 2 പേരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FC യെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്ന് നടക്കുന്ന ISL ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കാണികളുടെ യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം നീട്ടി. ഇന്ന് രാത്രി 9:30 മുതൽ 11 മണിവരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും 10 സർവീസുകൾ ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും ഉണ്ടാകും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി തൽക്കാലം തുറന്നു പരിശോധിക്കില്ല. കുടുംബാംഗങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് കല്ലറ പൊളിച്ച് പരിശോധിക്കാനുള്ള നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവച്ചത്. കുടുംബവുമായി ചർച്ച നടത്തിയെന്നും കല്ലറ പൊളിക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്നും സബ് കളക്ടർ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നിവേദനം പരിഗണിച്ച് പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിനിന് പറവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1048 പോയിന്റ് നഷ്ടത്തിൽ 76,330-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 345 പോയിന്റ് കുറഞ്ഞ് 23,085-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 24 രാജ്യങ്ങൾ പങ്കെടുക്കും. ഇന്ന് രാത്രി 8:30-ന് ആതിഥേയരായ ഇന്ത്യയും നേപ്പാളും ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. കുസാറ്റിൽ ആരംഭിക്കുന്ന 2 ദിവസത്തെ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പുസ്തകോത്സവത്തിന്റെ വിജയമെന്ന് സ്പീക്കർ എൻ ഷംസീർ. മകരജ്യോതി ദർശനത്തിനൊരുങ്ങി സന്നിധാനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ജാഗ്രത കർശനം. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 6 ജില്ലകൾക്ക് നാളെ അവധി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FC യെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.